അങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഞങ്ങളെയും കൊണ്ട് നല്ലൊരു സ്മൂത്ത് ടേക്ക് ഓഫോടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയെ പിന്നിലാക്കി പറന്നു തുടങ്ങി. ഈ ഫ്ലൈറ്റിൽ കോംപ്ലിമെൻ്ററിയായി ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് മെനു കാർഡിൽ കണ്ട ഏതോ 2 ഐറ്റം വാങ്ങി കഴിച്ചിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് എപ്പോഴോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതാ ചുവന്ന ആകാശവും പഞ്ഞി പോലത്തെ മേഘങ്ങളും. അടിപൊളി കാഴ്ചകൾ. വീണ്ടും ഉറക്കം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, ലാൻഡിങ്ങിന് സമയമായി എന്ന്. പുറത്തേക്ക് നോക്കുമ്പോൾ കേരളം പോലെ തന്നെ നിറയെ പച്ചപ്പും കെട്ടിടങ്ങളും ഒക്കെ കാണാം. ഈ ഫ്ലൈറ്റിൻ്റെ പൈലറ്റിന് സമ്മതിക്കണം കേട്ടോ, ടേക്ക് ഓഫും ലാൻഡിങ്ങും അറിഞ്ഞതേയില്ല. അങ്ങനെ ഞങ്ങൾ ഡോങ്മോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക്. ഒരു ട്രാവൽ സിം വാങ്ങി. ഇവിടെ ഇന്ത്യൻ റുപ്പീസ് എടുക്കാത്തത് കാരണം നാട്ടിൽ നിന്ന് തന്നെ തായ് ബാത്ത് വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഇവിടെ രാവിലെയാണ് വീണ്ടും വിശപ്പിൻ്റെ വിളി. എയർപോർട്ടിൽ തന്നെയുള്ള 7-Eleven സൂപ്പർ മാർക്കറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇനി ബാങ്കോക്കിൽ നിന്നും പട്ടായിലേക്ക് പോകാൻ ഒരു ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങളുടെ ടാക്സിയും വന്നു. പതുക്കെ തായ്ലാൻഡിൻ്റെ കാഴ്ചകളിലേക്ക്. ബാക്കി വിശേഷം അടുത്ത എപ്പിസോഡിൽ.